എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവേ നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. പിതാവിൻ്റെ ഹിതവും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ നമുക്ക് മനസ്സ് കാണാറുണ്ട്. നമ്മൾ ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനം തടസ്സം ഉണ്ടാകുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ എത്താം. തടസ്സം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധി വന്ന് കരച്ചിലും ബഹളവും ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയാണ്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീട് പണിയാകാം, ഒരു പരീക്ഷയ്ക്ക് പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളാകാം, വിദേശത്തേക്ക് പോകുന്നതാകാം, വിവാഹത്തെക്കുറിച്ചുള്ള കാര്യമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഇരുന്ന് ആ കുടുംബം കുറേ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണം, ചോദിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കാവും. മനുഷ്യൻ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാകാം. അതുകൊണ്ട് സുഭാഷിതം 16 എന്ന് പറയുന്നത്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. കർത്താവിന് ഒരു തീരുമാനം എടുക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.